അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ബക്കാലയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ പിള്ളേർക്ക് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നത്. കാരണം അവർ ചിലവരാണെങ്കിൽ പൈസ കൊണ്ടുവരും, ഫുഡ് കൊണ്ടുവരത്തില്ല. അപ്പം ഇവിടുന്ന് ഓരോന്നൊക്കെ എടുത്ത് കൊടുക്കും. പൈസ ഇല്ലാതെ ആർക്കും കൊടുക്കത്തില്ല. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാം. ഈ ബക്കാലയിലെ പകുതി സാധനങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടമില്ല. കാരണം ഭയങ്കര സ്വീറ്റാണ്. അതുമല്ല എങ്ങനെയാണ് ഈ പിള്ളേർ ഇത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ലോലിപ്പോപ്പൊക്കെ എനിക്കിഷ്ടം ഈ ഒരു സാധനമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. സ്ട്രോബെറിയുടെ ഇതിൻ്റെ പല ഫ്ലേവർ ഉണ്ട്. ചോക്ലേറ്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ വാനില ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ കണ്ടിട്ടില്ല. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സ്കൂളെല്ലാം അടച്ച് വാറൊക്കെ വന്നു. അതുകൊണ്ടാണ് ഈ ബക്കാലയിൽ ഇതൊന്നും തീരാത്തത്. പിന്നെ ഇതിനൊരു കീ ഉണ്ട്. കീ ഓഫീസ് റൂമിലാണ്. ഇന്നിപ്പം മഹേഷ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ എടുത്തത്. അങ്ങനെ നമുക്ക് എപ്പോഴും ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല. ചില സമയം മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ എടുത്തത് ഡ്രസ്സിലകത്തോട്ട് എല്ലാം ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കാലയുടെ ഫ്രണ്ടിൽ തൊട്ട് ഈ ക്യാമറയാണ്. നമ്മൾ ലിഫ്റ്റിലില്ല, പിന്നെ നമ്മളെ ഈ ഒരു ഫ്ലോറിലും ഇല്ല. ബാക്കി ഫുള്ള് ക്യാമറയാണ്. പിന്നെ കാണുന്നതുകൊണ്ടാണ് ഈ ഒരു ഐഡിയ എടുത്തത്. പക്ഷെ മേഡം ഇതെല്ലാം കാണുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നമ്മളായിട്ട് ഇങ്ങനെ കാണിക്കണമെന്ന് ഓർത്തിട്ടാണ് ഇങ്ങനൊരു ട്രിക്ക് എടുത്തത്. നമുക്ക് കാണുകയൊക്കെ ചെയ്യാം. ഒരു വീക്കായിട്ട് ക്യാമറ ഓണാണ്. കഴിഞ്ഞ മന്തൊന്നും ക്യാമറ ഓണല്ലായിരുന്നു. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് ഈ നൈസ് എന്ന് പറയുന്ന ഈ ചിപ്സൊക്കെ കഴിക്കുന്നത്. നമ്മുടെ ഇവിടെ പേര് കുവൈറ്റിൽ നൈസ് എന്നാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ചിപ്സാണ്. ഓറഞ്ചും റെഡും കവറിലെ ഈ നൈസാണ് എനിക്കിഷ്ടം. നമ്മളിവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. ബ്ലൂവും പിന്നെ കുഴപ്പമൊന്നുമില്ല. കൂടുതലും ഇതാണ് ഞങ്ങൾ കഴിക്കുന്നത്. എല്ലാ കളറും ഉണ്ട്. ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. അങ്ങനെ ഒത്തിരി ഫ്ലേവർ ഉണ്ട്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര പുളിയാണ്. 3-4 കവറൊക്കെ തീർന്നു. ബാലൻസ് 3 കവർ വന്നു. അപ്പോഴാണ് കരുതിയിട്ട് പെട്ടെന്ന് ഒരു ചലഞ്ച് ചെയ്യാമെന്ന് സ്റ്റോൺ പേപ്പർ സീസർ കളിക്കാമെന്ന് കരുതി. ഇത് കളിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾ ചില സമയത്ത് ഈ ക്യാമ്പുകൾ വെക്കുമ്പോൾ പിള്ളേരെ കൊണ്ട് ഇതൊക്കെ കളിപ്പിക്കും. കുഞ്ഞു പിള്ളേരല്ല, വലിയ പിള്ളേരാണ് നമുക്ക് കൂടത്തിൽ കിട്ടുന്നത്. അപ്പോൾ അവർ അത്യാവശ്യം എല്ലാം അവർക്ക് ബോറടിക്കും. അന്നേരം ഞങ്ങൾ ഇങ്ങനെയൊക്കെ കുറച്ച് ഫണ്ണായിട്ടുള്ള ഗെയിമൊക്കെ വെക്കും. അവർക്ക് ഇഷ്ടപ്പെടും. അവർക്ക് പെട്ടെന്ന് തീർക്കും. നമ്മളൊരു ഗെയിമോ ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് അത് വിൻ ചെയ്യും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. പിന്നെ ഞാനും ആരെയും ഒരേ വൈബ് ആയതുകൊണ്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ അവൾക്കും ഓക്കെയാണ്, അവളെന്തെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ എനിക്കും ഓക്കെയാണ്. ഞങ്ങൾ അങ്ങനെയാണ് ഇത്രയും നാൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. എല്ലാവരും ഓർക്കി തന്നെ ഞങ്ങൾക്ക് വട്ടാണെന്ന് കരുതും. പക്ഷേ അതൊരു 50% ആൾക്കാരോ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ബാക്കി ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നത്. പല വീഡിയോയ്ക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായി, ഞാനിപ്പം എത്ര കരഞ്ഞ് മെഴുകേണ്ട ഓരോ ദിവസമാണെങ്കിലും ഓരോ മൊമെൻ്റ് ആണെങ്കിൽ പോലും എനിക്കങ്ങനെ കരയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 100% ഓക്കെ ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പലരുടെ ലൈഫിലൊരു പാർട്ട്ണറായിരിക്കും, അല്ല ഒരു ഹസ്ബൻഡായിരിക്കും, ചില സിറ്റുവേഷനിൽ ഫ്രണ്ടായിരിക്കും. അതുപോലെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഓക്കെ ആയിട്ടുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഫ്രണ്ടാണ്, അതികളാണ്. കാര്യം പറഞ്ഞാൽ പൊക്കി പറയുമല്ല, എൻ്റെ മനസ്സുകൊണ്ട് എനിക്കെല്ലാം 100% ഓക്കെ ആയിട്ടുള്ള ഒരാളാണ് അവൾ. ജീവിതകാലം മുഴുവൻ ഇതിലൂടെ കണ്ടിന്യൂ ചെയ്യാമെന്നല്ല, കിട്ടിയിടത്തോളം കാലം അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്രണ്ടായിട്ട് ഇരുന്നിടത്തോളം കാലം ഞങ്ങൾ ഓക്കെയാണ്. ഞങ്ങൾക്ക് കംഫർട്ടബിളാണ്. ഒരു കാര്യം പറയാനും ഒരു കാര്യത്തിൽ കൂടെ നിൽക്കാനും എല്ലാം. എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്ന ടൈമിൽ പോലും ഇതുപോലത്തെ ഒരു വൈബുണ്ടായി. ഇതെല്ലാം നമ്മുടെ മരണം വരെ ഉണ്ടെന്നല്ല, ഉള്ളിടത്തോളം കാലം നമുക്ക് ഓക്കെയാണ്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്ര നാൾ കീപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ആയിരിക്കും. ഇവിടുന്ന് പോരുന്നോടം വരെ ഉള്ളതെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് കിട്ടണം എന്നില്ല ഞങ്ങൾക്ക്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്ലാസ് ആണെങ്കിലും അടുത്തടുത്തുണ്ട്. പിന്നെ നമുക്ക് തിരിച്ച് പോരുമ്പം നമ്മൾ റൂമിലാണ്. ഒരിക്കലും
നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല. വേണം കൂടിപ്പോയാൽ ഒരു 2 വർഷം ആയിരിക്കും മേ ബി. ഇത്ര നാൾ കഴിഞ്ഞാലും ഈ ഒരു മൊമെൻറ്റ്സൊക്കെ ഒരിക്കലും മറക്കത്തില്ല. എപ്പോഴും അതൊരു ഫേവറേറ്റ് ലിസ്റ്റിലായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 2 പേർക്കും ഇതുപോലെ വേറെ ഫ്രണ്ട്സിനെ കിട്ടുമായിരിക്കും എല്ലാം. പക്ഷേ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്നും ഫേവറേറ്റ് ആയിരിക്കും. എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയുവാണ്, അല്ലൊരു ഫീവറോ അല്ല ഹെഡേക്ക് എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ മസ്റ്റായിട്ട് മെഡിസിൻ കഴിക്കണം, അല്ലാതെ അത് പോകത്തില്ല. ഓരോ പ്രോബ്ലംസ് ഓർത്തിട്ട് തല പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ വരും, മെൻ്റലി ഡൗൺ ആകും, സ്ട്രെസ്സ് വരും. ആ ഒരു ടൈമിൽ നമ്മൾ ആരെയും നമ്മുടെ കൂടെ ഒരു നല്ലൊരു പാർട്ട്ണറോ നല്ലൊരു ഫ്രണ്ടോ ഉണ്ടെങ്കിൽ നമുക്കതൊരു റിലീഫായിരിക്കും. എല്ലാം മറക്കാനുള്ളൊരു റിലീഫ്, ഒരു ടാബ്ലറ്റ് ആയിരിക്കും അത്. എല്ലാം മറക്കാനുള്ള നമ്മുടെ ഒരു പ്രോബ്ലം പറയുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ റിയൽ ഫ്രണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബൈ ബൈ.